അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിലെ 6ാമത്തെ പാഠം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ച് അതിൻ്റെ ഖുറാസത്ത് തിരിവ് കൂടെ നോക്കാം. അലാ ബിദിക്രില്ലാഹി, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ്, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലൽ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ് എന്ത് മനസ്സ് ശാന്തമായി തീരുന്നത്. മനസ്സ് ശാന്തമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു തആലാക്ക് ദിക്ർ ചൊല്ലണം. അതാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഓരോ ഹദീസുകളാണ് കൊടുത്തിട്ടുള്ളത് ദിക്ർ ചൊല്ലുന്നതിനെക്കുറിച്ച്, ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓരോ ദിക്റുകളും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തത് അൻ അബിദ്ദർദാ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂദ്ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഉനബ്ബിഉക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ബി ഖൈരി അഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതും, ബി ഖൈരി അഅമാലിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതും, വ അസ്കാ ഇൻദ മലീകിക്കും, നിങ്ങളുടെ നാഥൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായതും, നിങ്ങളുടെ നാഥൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായതും നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതുമായ ഒരു കാര്യം. പിന്നെ എങ്ങനത്തെ കാര്യമാണ്? വ അർഫഇഹാ ഫി ദറജാതിക്കും, നിങ്ങളുടെ പദവികൾ ഏറ്റവും ഉയർത്തുന്നതുമായ ഒരു കാര്യം, നിങ്ങളുടെ പദവികളെ ഏറ്റവും ഉയർത്തുന്നതുമായ ഒരു കാര്യത്തെ. പിന്നെ എങ്ങനത്തെ കാര്യമാണ്? വ ഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ ഫിദ്ദതി, സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായതുമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പിന്നെ എങ്ങനത്തെ കാര്യമാണ്? വ ഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അനാഖക്കും, ശത്രുവിനെ കണ്ടുമുട്ടി നിങ്ങൾ അവരുടെ കഴുത്ത് വെട്ടുകയും, വയദ്രിബു അനാഖക്കും, അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടുകയും ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ശ്രേഷ്ഠമായതുമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വഖൈറുൽ ലക്കും അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അനാഖക്കും വയദ്രിബു അനാഖക്കും എന്നുള്ള യുദ്ധത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൊല ചെയ്യലപ്പോഴാണ് യുദ്ധത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ ധർമ്മസമരം, ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ ഖൈറായതുമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലു, അവർ പറഞ്ഞു, സ്വഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതാണ് ആ കാര്യം? ദിക്റുല്ലാഹി തആല, അല്ലാഹുവിനെ ഓർക്കലാണ്, അല്ലാഹുവിനെ സ്മരിക്കലാണ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലലാണ്. അപ്പോൾ ദിക്ർ ചൊല്ലുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇതിലിപ്പോൾ ഈ പറഞ്ഞത് ഒന്നാമത്തെ ഹദീസിൽ. ഇനി രണ്ടാമത്തെ ഹദീസ് എന്താ പറയുന്നത്? അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഖീതു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടുമുട്ടി എന്ന് ലൈലത ഉസ്രിയ ബി, ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും രാത്രിയിലെ ആകാശാരോഹണത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞാൻ എന്ത് ചെയ്തു? കണ്ടുമുട്ടി ആ രാവിലെ. ഫഖാല, അദ്ദേഹം എന്നോട് പറഞ്ഞത്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അഖ്രി ഉമ്മതക മിന്നി സലാം, താങ്കളുടെ ഉമ്മത്തിന് എൻ്റെ സലാമിനെ അറിയിക്കുക, താങ്കളുടെ ഉമ്മത്തിന് എൻ്റെ സലാമിനെ അറിയിക്കുക. വ അഖ്ബിറുഹും, നബിയെ തങ്ങളോട് തങ്ങൾ അവരെ അറിയിക്കുക, വ അഖ്ബിറുഹും, നബിയെ തങ്ങൾ അവരെ അറിയിക്കുക, അന്നൽ ജന്നത്തു ത്വയ്യിബത്തു തുർബതി, അന്നൽ ജന്നത്തു ത്വയ്യിബത്തു തുർബതി, സ്വർഗത്തിലെ മണ്ണ് വളക്കൂറുള്ളതാണെന്നും, അദ്ബത്തുൽ മായി, അതിലെ വെള്ളം മധുരമുള്ളതാണെന്നും, വ അന്നഹാ ഖിആനുൻ, അത് തരിശുഭൂമിയാണെന്നും വിശാലമായ സമതലമാണെന്നും അവരെ നിങ്ങൾ അറിയിക്കുക. വ അന്ന ഖിറാസഹാ, അതിലുള്ള നടിയൽ വസ്തു എന്ന് പറഞ്ഞാൽ അതിൽ നട്ടുപിടിപ്പിക്കേണ്ട മരം, തൈ എന്ന് പറയുന്നത് ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. അപ്പോൾ ഈ ദിക്ർ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നാം നല്ലോണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിൽ എത്താൻ കഴിയും, അവിടെ നമുക്ക് വലിയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും. ഇനി പറയുന്നത് മൂന്നാമത്തെ ദിക്റിനെ കുറിച്ച് പറയുന്നത്, മൂന്നാമത്തേതായിട്ട് ഹദീസ് പറയുന്നത്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, വ അബീ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖഉദു ഖൗമുൻ,
ഏതൊരു ജനവിഭാഗവും ലാ യഖഉദു ഖൗമുൻ യദ്കുറുല്ലാഹ അസ്സ വജല്ല, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഏതൊരു സമൂഹവും ഏതൊരു ജനവിഭാഗവും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഏതൊരു സമൂഹവും എല്ലാ ഖഫത്തുഹുൽ മലായികത്തു, മലക്കുകൾ അവരെ വലയം ചെയ്യുന്നതാണ്. ലാ യഖഉദു ഖൗമുൻ, ഒരു സമൂഹവും ഇരിക്കുകയില്ല. എങ്ങനെ? യദ്കുറുല്ലാഹ അസ്സ വജല്ല, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഒരു സമൂഹവും ഇരിക്കുകയില്ല, ഒരുമിച്ച് കൂടുകയുമില്ല. എല്ലാ ഖഫത്തുഹുൽ മലായികത്തു, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്തിട്ടല്ലാതെ വഗശിയതുഹുർ റഹ്മത്തു, അവരുടെ അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ മൂടും, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ മൂടിയിട്ടുമല്ലാതെ വനസലത്ത് അലൈഹിമുസ് സക്കീനത്തു, അവരുടെ മേൽ സക്കീനത്ത് ഇറങ്ങിയിട്ടുമല്ലാതെ, അവരുടെ മേൽ സക്കീനത്ത് എന്ന സമാധാനം, അവരുടെ മേൽ സമാധാനം ഇറങ്ങിയിട്ടുമല്ലാതെ. പിന്നെയോ വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു തൻ്റെ അടുത്തുള്ള മലക്കുകളുടെ അടുക്കൽ അവരെക്കുറിച്ച് പ്രശംസയോടുകൂടെ പരാമർശിക്കുകയും ചെയ്യും. ആരെ പറ്റിയിട്ട്? ദിക്റ് ചൊല്ലാൻ വേണ്ടി ഒരു മജ്ലിസിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ സമൂഹത്തെക്കുറിച്ച് അള്ളാഹു തആല അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇനി പറഞ്ഞത്. എന്താ പറഞ്ഞത്? മലക്കുകൾ അവരെ വലയം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവരെ മൂടുന്നു, അവരുടെ മേലിൽ മനസ്സമാധാനം ഇറങ്ങുന്നു. പോരാത്തതിനോ അള്ളാഹു തആല അവൻ്റെ അരികിലുള്ള മലക്കുകളോട് എന്ത് ചെയ്യും? ഇവരെ പ്രശംസിച്ചുകൊണ്ട് പരാമർശിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ദിക്റുകളൊക്കെ നമ്മൾ ഖുർആൻ തരീമിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ദിക്റുകൾ എന്നതൊക്കെ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഖാലത്ത് മഹദി അവர்கள் പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു യദ്കുറു കുല്ല അഹ്യാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അവസ്ഥയിലും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു, അള്ളാഹു തആലാക്ക് ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും അള്ളാഹുവിനിക്ക് ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു. അഞ്ചാമത്തെ ഹദീസ് അൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറയുന്നു, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു, മസലുല്ലദീ ഒരുത്തൻ്റെ ഉപമ, യദ്കുറു റബ്ബഹു അവൻ്റെ നാഥനെ ദിക്ർ ചൊല്ലും, വല്ലദീ ലാ യദ്കുറു റബ്ബഹു മറ്റൊരു വിഭാഗം ആളുകളാരെ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ നാഥന് വേണ്ടി ദിക്ർ ചൊല്ലാത്ത സമൂഹം, മസലുൽ ഹയ്യി വൽ മയ്യിത്തി, അവർ ഏതുപോലെയാണ്? മസലുൽ ഹയ്യി ജീവിച്ചിരിക്കുന്നവനെയും വൽ മയ്യിത്തി മരിച്ചവനെ പോലെയുമാണ്. ദിക്ർ ചൊല്ലുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയും ദിക്ർ ചൊല്ലാത്തവൻ അവൻ ആരെ പോലെയുമാണ് ഉപമിച്ചത്? മരിച്ചവനെ പോലെയുമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത്. ഇനി ആറാമത്തത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല അവിടുന്ന് പറഞ്ഞു, മൻ ഖാല ആരെങ്കിലും പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഫീ യൗമിൻ മിഅത മറദിൻ, ഓരോ ദിവസവും 100 തവണ ആരെങ്കിലും പറഞ്ഞാൽ, ഓരോ ദിവസവും 100 തവണ ആരെങ്കിലും പറഞ്ഞാൽ, കാനത്ത് ലഹു അദ്ല അശ്രി റിഖാബിൻ, അത് അവന് 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായിരിക്കും. പിന്നെയോ വകുതിബത്ത് ലഹു മിഅതു ഹസനത്തിൻ, അവന് 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. മുഹിയത് അൻഹു മിഅതു സയ്യിഅത്തിൻ, അവനിൽ നിന്ന് 100 തിന്മകൾ മായ്ക്കപ്പെടും. വകാനത്ത് ലഹു, ആ ദിക്ർ അവൻക്കാകുന്നതാണ് ഹിർസൻ, ഒരു സംരക്ഷണമാകും, മിന ശൈത്വാനി, ശൈത്വാനിൽ നിന്നുള്ള ഒരു സംരക്ഷണമാകും. യൗമഹു ദാലിക ഹത്താ യുംസിയ, ആ ദിവസം വൈകുന്നേരം വരെ ശൈത്വാനിൽ നിന്ന് അവനൊരു സംരക്ഷണവുമായി തീരും ആ ദിക്ർ. വലം യഅതി അഹദുൻ ബി അഫ്ളല മിമ്മാ ജാഅ ബിഹി, അവൻ ചെയ്തതിനേക്കാൾ മികച്ചതൊന്നും മറ്റാരും കൊണ്ടുവരികയില്ല. ഇല്ലാ റജുലുൻ അമില അക്സറ മിൻഹു, ഇതിനേക്കാൾ കൂടുതൽ തവണ അത് ആവർത്തിച്ചവനല്ലാതെ, ഈ ദിക്റിനെ ഏറ്റവും കൂടുതൽ ആര് ചൊല്ലിയോ എന്നാലേ ഇവനെ മറികടക്കാൻ കഴിയുള്ളൂ, 100 പ്രാവശ്യം ചൊല്ലിയവനെ മറികടക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്.
വഖാല നബി തങ്ങൾ വീണ്ടും പറയുന്നു, മൻ ഖാല ആരെങ്കിലും പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഫീ യൗമിൻ മിഅത മറത്തിൻ, ഓരോ ദിവസവും 100 തവണ ആരെങ്കിലും പറഞ്ഞാൽ ഹുത്തത് ഖതായാഹു, അല്ലാഹു അവന്റെ പാപങ്ങളെ തട്ടിക്കളയുന്നതാണ്, പുറത്തു കൊടുക്കുന്നതാണ്. വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, അത് കടലിലെ പതയെത്രയുണ്ടെങ്കിലും അല്ലാഹു അവൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. കടലിലെ സമുദ്രത്തിലെ തിരമാലടിക്കുന്ന സമയത്ത് അതിൽ പതച്ചു വരുന്ന പത നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ പതകൾക്ക് സമാനമായിട്ട് അവൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ദിക്ർ അവൻ ചൊല്ലിയ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ഒരു ദിവസത്തിൽ അവന് ചൊല്ലിയാൽ അവൻ്റെ ദോഷങ്ങൾ സമുദ്രത്തിലെ പതകൾക്ക് സമാനമാണെങ്കിലും അല്ലാഹു തആല അവൻക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വഅൻഹു റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട്, മൻ സബ്ബഹല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും എത്ര തവണ? 33 തവണ. വഹമിദല്ലാഹ, അല്ലാഹുവിനെ ഹംദ് ചൊല്ലിയാൽ, അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ 33 തവണ ഹംദ് ചൊല്ലിയാൽ, വകബ്ബറല്ലാഹ, അല്ലാഹുവിനെ തക്ബീർ ചൊല്ലിയാൽ, അല്ലാഹു അക്ബർ ചൊല്ലിയാൽ 33 തവണ തക്ബീർ ചൊല്ലിയാൽ, അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലിയാൽ, വഖാല, അവൻ പറയുകയും ചെയ്തു, തമാമൽ മിഅത്തി, 100 പൂർത്തിയാക്കിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അപ്പോൾ എത്രയായി? 100 ആണാവുക, അല്ല 99 ആണാവുക. അങ്ങനെ ആ 99 100 പൂർത്തിയാക്കിക്കൊണ്ട് എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുകൂടെ അവൻ പറഞ്ഞ് 100 എണ്ണം പൂർത്തിയാക്കിയാൽ ഗുഫിറത് ഖതായാഹു, അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, സമുദ്രത്തിലെ നുരകളേക്കാൾ, സമുദ്രത്തിലെ പതകളേക്കാൾ തെറ്റവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു തആല അവൻക്ക് പുറത്തു കൊടുക്കുന്നതാണ്. എത്ര ഓഫറുകളാണ് അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. ധാരാളം തെറ്റുകൾ, ഒരുപാട് തെറ്റുകൾ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ തെറ്റുകളൊക്കെ പൊറുപ്പിക്കാൻ നമുക്ക് ഈ ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൂടെ? വളരെ തുച്ഛമായ ദിക്റുകൾ, കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റിയ ദിക്റുകളല്ലേ. ഇപ്പോൾ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 33 വട്ടം ചൊല്ലാൻ പറഞ്ഞ ദിക്റുകൾ, അത് സുബ്ഹാനല്ലാഹ് തന്നെ ആവണം. അല്ലാഹു സുബ്ഹാനല്ലാഹ് 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 അങ്ങനെ ഇല്ല, പോരാ. അല്ലാഹു അക്ബർ എന്നുള്ള അല്ലാഹു അക്ബർ എന്നല്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അൽഹംദുലില്ലാഹ് എന്നുള്ള അൽഹംദുലില്ലാഹ് അതിൻ്റെ അക്ഷരങ്ങളൊക്കെ അതിൻ്റെ മഖ്റജിൽ നിന്ന് വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? ഒരു 33 തവണ ചൊല്ലാനല്ല പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 100 പൂർത്തിയാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്നത് എന്താ? സമുദ്രത്തിലെ പതകളേക്കാൾ, സമുദ്രത്തിലെ പതകൾക്ക് നുരകൾക്ക് സമാനം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് അല്ലാഹു തആല നമുക്ക് പുറത്തു തരും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചൊല്ലിക്കൂടെ? ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ദിക്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പകർത്തണം. ഇനി 8ാമത്തത്, അൻ മുആദിന് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുആദ് തങ്ങളെ തൊട്ട്, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖദ ബിയദിഹി, എൻ്റെ കൈ പിടിച്ചു. മുആദ് തങ്ങൾ പറയാണ്, എൻ്റെ കൈ എന്ത് ചെയ്തു? നബി തങ്ങൾ പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുആദ്, ഓ മുആദ്, വല്ലാഹി അല്ലാഹു ആണ് സത്യം, ഇന്നി ലഉഹിബ്ബുക, മുആദ് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഊസീക യാ മുആദ്, മുആദ് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്, ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, നിസ്കാരശേഷവും ഓരോ നിസ്കാരശേഷവും ഈ പ്രാർത്ഥന ഒഴിവാക്കരുതെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന ഈ പ്രാർത്ഥന എന്ത് ചെയ്യരുത്? എല്ലാ 5 നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന, ഈ ദുആ ചെയ്യണം. ഒരിക്കലും ഇത് വിട്ടുപോകരുത് എന്ന് നബി തങ്ങൾ എന്ത് ചെയ്യാണ്? മുആദ് തങ്ങളോട് അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്. മുആദ് തങ്ങൾ പറയലോടുകൂടെ നമ്മളോടും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുകയാണ് ഈ ദിക്ർ ചൊല്ലാൻ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ചെറിയ കലിമത്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പകർത്തണം നിസ്കാരങ്ങൾക്ക് ശേഷം. ഇനി 9ാമത്തെ, അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ തങ്ങളെ തൊട്ട് ഖാല ജാബിർ തങ്ങൾ പറയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, അഫ്ളലു ദിക്രി, ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു. ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്.
ഇനി 10-ാമത്തേത് അന്ന അബി മൂസാ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ മൂസാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, അലാ അദുല്ലുക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, അല കൻസിൻ, ഒരു നിധിയെക്കുറിച്ച്, മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽ നിന്നുള്ള ഒരു നിധിയെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ, നിനക്ക് അറിയിച്ചു തരട്ടെയോ. ഫഖുൽതു, ബഹുമാനപ്പെട്ട അബൂ മൂസാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ബലാ യാ റസൂലല്ലാഹ്, അതെ യാ റസൂലേ, അങ്ങ് പറഞ്ഞു തന്നാലും. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതാണ് ആ നിധി? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്റാണ് സ്വർഗത്തിലെ നിധികളിൽ വെച്ച് ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ നിധി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മൂസാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ പതിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ജോലി ചെയ്യുന്ന സമയത്ത് പതിവാക്കാം, സ്കൂളിൽ പോകുന്ന സമയത്ത് പതിവാക്കാം, മദ്രസയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പതിവാക്കാം. ഈ സമയങ്ങളിലൊക്കെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്ർ ചൊല്ലും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി 11-ാമത്തെ എന്താണ്? അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല, അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ ആബിദിൻ യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ, ഏതൊരടിമയാണോ ഓരോ ദിവസവും രാവിലെയും, വ മസാഇ കുല്ലി ലൈലത്തിൻ, വൈകുന്നേരവും, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം 3 മർറാത്തിൻ, ഈ ദിക്റിനെ ആരെങ്കിലും 3 തവണ ചൊല്ലിയാൽ, ഏതൊരു അടിമയാണോ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ ഈ ദിക്ർ ചൊല്ലുക. ഈ ദിക്ർ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്ന ഈ ദിക്ർ ചൊല്ലിയാൽ എത്ര തവണ? 3 മർറാത്തിൻ, 3 തവണ. കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, ഹദ്ദാദിലൊക്കെ ഉള്ള ദിക്റാണിത്. ഈ 3 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ ലം യദുറുഹു ശൈആ, അവന് യാതൊരു വസ്തുവും ഉപദ്രവം വരുത്തുകയില്ല. അവന് യാതൊരു വസ്തുവും ചെയ്യില്ല, ഉപദ്രവം വരുത്തില്ല. രാവിലെ 3, വൈകുന്നേരം 3. വളരെ സിമ്പിളല്ലേ? ജീവിതത്തിൽ പകർത്തിക്കോളൂ. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ജീവിതത്തിൽ പകർത്തേണ്ട ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 തവണ മതി, രാവിലെയും വൈകുന്നേരം 3 തവണ. എന്നാലും നമുക്ക് കിട്ടുന്നത് എന്താ? യാതൊരു ഉപദ്രവവും നമുക്ക് എന്ത് ചെയ്യുകയില്ല, ഏൽക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദിക്റുകളുണ്ട്. നമ്മുടെ 7ാം ക്ലാസ്സിലെ ബുക്കിൽ അവസാനത്തെ പാഠത്തിൽ 16-ാമത്തെ പാഠം തോന്നുന്നുണ്ട്, ഫിഖ്ഹുൽ ഇസ്ലാമിൽ പറയുന്നുണ്ട്. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിൽ അവസാനത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഒരുപാട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഓരോ ദിക്ർ, ഓരോ സന്ദർഭം പറയുന്നുണ്ട്, ഓരോ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുക? വായിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദിക്റുകൾ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ദിക്ർ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ, ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിന് കൂടുതൽ ദിക്ർ ചൊല്ലാനുള്ള തൗഫീഖും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഖുർആൻ നോക്കാം. 1-ാമത്തെ നഖറ വായിക്കാനാണ്. അഖ്ബറ യുഖ്ബിറു ഇഖ്ബാറി, അംസ യുംസി ഇംസാ, ഔസ യൂസി ഈസാ, സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ്, ഹമിദ യഹ്മദു ഹംദ്, കബ്ബറ യുകബ്ബിറു തക്ബീർ. ഇതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് കിട്ടും. പാഠത്തിൽ വളരെ കൃത്യമായി പറഞ്ഞ വാക്കുകളാണ് അതെല്ലാം. ഇനി നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. ഹഫ എന്ന് പറഞ്ഞാൽ വലയം ചെയ്തു, ദക്കറ സ്മരിച്ചു, കബ്ബറ തക്ബീർ ചൊല്ലി, കൻസിൻ നിധി, ഖിറാസ് പിന്നെ നദിയിൽ വസ്തു, പിന്നെ ഖശിയ എന്ന് പറഞ്ഞാൽ മൂടി, നടുന്ന വസ്തു എന്നാവട്ടെ ഖിറാസ് എന്ന് പറഞ്ഞാൽ. അടുത്ത സബ്ബ തസ്ബീഹ് ചൊല്ലി, സക്കീനത്തെ സമാധാനം, ഖിയാനൻ തരിശു ഭൂമി, ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ. ഇനി നുജീബ് ഉത്തരം എഴുതാനാണ്. കാനത്ത് ലഹു അദ്ല അശ്രി റിഖാബിൻ, 10 അടിമകളെ മോചിച്ച പ്രതിഫലം കിട്ടുന്നുണ്ടോ? പറഞ്ഞല്ലോ. ലിമൻ, ആർക്കാണത്? അതായിരിക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആ ദിക്ർ 100 തവണ ചൊല്ലുന്നവൻക്കാണ് ആ കൂലി കിട്ടുക. ഇനി 2-ാമത്തെ പറഞ്ഞത് കൻസും മിൻ കുനൂസിൽ ജന്ന മാ ഹുവ, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധി. അതേതാണ്? ആൻസർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതാണ്. 3 ഹുത്തത്ത് ഖതായാഹു, ഖതായ മൻ, ആരുടെ ദോഷമാണ് അല്ലാഹു തആല പുറത്തു തട്ടിക്കളയുക? ആർക്കാണ്? സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് ദിവസവും 100 തവണ ചൊല്ലുന്നവന്. സുബ്ഹാനല്ലാഹി വബിഹംദിഹിന്ന് ഓരോ ദിവസവും
100 തവണ ചൊല്ലുന്നവന്. ഇനി അതിൽ നാലാമത്തെ മാ ഹുവ അഫ്ദലു ദിക്രി, ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? ആൻസർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഞ്ചാമത് മാതാ ഔസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദൻ, മുആദ് തങ്ങളോട് നബി തങ്ങൾ എന്താ ഉപദേശിച്ചത്? ആൻസർ അല്ലാഹുമ്മ അഅന്നി അലാ ദിക്രിക വ ഹുസ്നി ഇബാദത്തിക, അല്ലാഹുമ്മ അഅന്നി അലാ ദിക്രിക വ ശുക്രിക എന്ന് പറഞ്ഞിട്ട് വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക എന്നീ എല്ലാ നിസ്കാര ശേഷവും ചൊല്ലാൻ, ഈ ദുആ എല്ലാ നിസ്കാര ശേഷവും ചൊല്ലാനാണ് മുആദ് തങ്ങളോട് എന്ത് ചെയ്തത്? ഉപദേശിച്ചത്. ഇനി അടുത്ത നുക്കവ്വിനുൽ ജുമൽ ബിസ്തിഖ്ദാമിൽ അൽഫാദ്. ഇവിടെ കുറച്ച് വാക്കുകൾ എടുത്തിട്ടുണ്ടോ? ഇത് വെച്ചിട്ട് നമുക്ക് എഴുതണം. മറത്ത നമ്മൾ പാഠത്തിൽ പറഞ്ഞു മിഅത്ത് മറത്തി എന്നൊക്കെ പറഞ്ഞില്ലേ, ഫിയോമി മിഅത്ത മറത്തി എന്നറിയില്ല. അതേപോലെ നമുക്ക് എഴുതാം മറത്തൻ ഉഖ്റ, മറ്റൊരു തവണ. കുത്തിബ, കുത്തിബത്ത് ലഹു ബറാഅത്തു മിനന്നാർ, നരകമോചനം അവനിക്ക് എഴുതപ്പെടുന്നതാണെന്ന്. സബദ്, സബദുൽ ബഹർ. ഔസ എന്നുള്ള ഔസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു. ഇനി മസലാണ് മസലുല്ലതി യദ്കുറു റബ്ബഹു, മസലുല്ലതി ഒരുത്തൻ്റെ ഉപമ, യദ്കുറു റബ്ബഹു റബ്ബിനിക്ക് അവന് ദിക്ർ ചൊല്ലും, അങ്ങനത്തെ ഒരുത്തൻ്റെ ഉപമ. അപ്പോൾ മസലുൽ ഹയ്യി വൽ മയ്യത്തി, മരിച്ചവൻ്റെയും ജീവിച്ചവൻ്റെയും ഉപമ പോയാലെന്ന് പറഞ്ഞില്ലേ, ആ മസലാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ മസലുല്ലതി യദ്കുറു റബ്ബഹു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പാഠത്തിലെ തദ്രീബാത്തും ഇവിടെ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അല്ല ഒന്നും കൂടെ ഉണ്ട്, തഖ്സീസ് ഉണ്ട്. നജ്മഉൽ അദ്കാറ വൽ വാരിദത ഫിൽ മുഖ്തലിഫിൽ മുനാസിബ, വ്യത്യസ്ത സമയങ്ങളിൽ ചെല്ലുന്ന ദിക്റുകൾ ശേഖരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ട് നഖ്റഉൽ ഹദ്ദാദ ഫി സൊഫി, ക്ലാസ്സിലെ ഹദ്ദാദ് റാത്തിബ് പിന്നെ പാരായണം ചെയ്യാനാണ്, ഹദ്ദാദ് ഓതാനാണ് ക്ലാസ്സിൽ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ എന്താ? ദിക്റുകൾ, വ്യത്യസ്ത സമയങ്ങളിൽ ചൊല്ലുന്ന ദിക്റുകൾ. ഞാൻ പാഠത്തിൽ പറഞ്ഞു 7ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ അവസാനത്തെ 16ാമത്തെ പാഠമാണെന്ന് തോന്നുന്നു. അതിൻ്റെ അവസാനത്തിൽ പാഠത്തിൽ പറയുന്നുണ്ട് ഒരുപാട് ദിക്റുകൾ, ഓരോ സന്ദർഭത്തിൽ ചൊല്ലേണ്ട ആ സന്ദർഭങ്ങളും എഴുതിയിട്ട്. ഉറങ്ങാൻ നേരം, ഉണരുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ. ഇതാണ് നിങ്ങൾ അസൈൻമെൻ്റായിട്ട് വരാനുള്ളത്. നമ്മളെ ബുക്കിൻ്റെ അവസാനത്തിൽ എഴുതി ചേർക്കാനുണ്ട്. ആ അസൈൻമെൻറ്റ് ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ഖുറാസയുടെ ബാക്കിലുണ്ടാവും എഴുതി ചേർക്കാനുള്ള കോളം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അവിടെ നിന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് എഴുതിയെടുത്ത് അസൈൻമെൻറ്റ് പൂർത്തിയാക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും ആ ദിക്റുകൾ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.